നമസ്കാരം. ആഗോള ചരക്ക് ഗതാഗതത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് ഇറാനും. ഈ രണ്ട് മേഖലകളുമായും വളരെ അടുത്ത സൗഹൃദമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എന്തായാലും യൂറോപ്പിലേക്ക് എളുപ്പ വഴി വെട്ടാനൊരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്ത്യയും ഇറാനും തമ്മിൽ നിർണായക കരാർ ഒപ്പുവെക്കുന്നതിന്റെ റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി പങ്കുവച്ചിരിക്കുന്നത്. മധ്യേഷ്യൻ രാജ്യങ്ങളെയും യൂറോപ്പിനെയുമാണ് ഈ പാത ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ചാബഹാർ തുറമുഖ നടത്തിപ്പിൽ ഇന്ത്യ ഭാഗമാകുന്നതായാണ് പുതിയ കരാറുകൾ നൽകുന്ന സൂചന. ഇറാനിലെ ചാബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പിൽ ഇറാനും ഇന്ത്യയും കൈകോർക്കുന്നതോടുകൂടി ഈ മേഖലയിലെ നിർണായക ശക്തികളായി ഇരു രാജ്യങ്ങളും മാറുകയും ചെയ്യും. അടുത്ത 10 വർഷത്തേക്ക് തുറമുഖത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യക്ക് കൂടി പങ്കാളിത്തം നൽകുന്ന കരാർ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. ഇറാനിലെ തെക്ക് കിഴക്കൻ തീരത്താണ് ഈ ചാബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി വേഗത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഈ പാത പാകിസ്ഥാനെയും ചൈനയും ഒന്നും ആശ്രയിക്കാതെ തന്നെ ഇന്ത്യയെ മുന്നോട്ടു പോകാൻ സഹായിക്കുകയും ചെയ്യും. ചൈന സിൻജിയാങ്ങിൽ നിന്നും പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തേക്ക് ഒരു സിൽക്ക് റോഡ് നിർമ്മിക്കുന്നുണ്ട്. തുടർന്ന് മധ്യേഷ്യൻ വിപണിയിലേക്ക് ചരക്ക് എത്തിക്കുക എന്നതാണ് ചൈനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നത് തന്നെയാണ് ഈ ചാബഹാർ തുറമുഖം. നമുക്കറിയാം, മുംബൈയിലെ തുറമുഖത്ത് നിന്നും പുറപ്പെടുന്ന ചരക്കുകൾ കടൽ വഴി ചാബഹാർ തുറമുഖത്തേക്ക് എത്തും. തുടർന്ന് കാസ്പിയൻ കടലിലെ ഇറാൻ തുറമുഖമായ ബാന്ദറെ അൽസിയാലിലേക്ക് റോഡ് വഴി ചരക്ക് എത്തിക്കുകയും ചെയ്യും. അവിടെ നിന്നും റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമായുള്ള കാസ്പിയൻ തുറമുഖമായ അസ്ട്രാഖാനിലേക്ക് എത്തും. ശേഷം റഷ്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും റെയിൽവേ വഴി യൂറോപ്പിലേക്കുമാണ് ഈ ചരക്ക് എത്താൻ പോകുന്നത്. എന്തായാലും ഇറാനുമായി കൈകോർത്തുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഈ മേഖലയിലുള്ള ചൈനയുടെ മുന്നേറ്റത്തെ തടയാൻ തന്നെയാണ് എന്ന കാര്യം വ്യക്തം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.